എന്തോ ഒരു അത്ഭുതം നടക്കുന്നു എന്നുള്ള സത്യമാണ്, തർശമൊന്നുമില്ല. കാരണം ഞാൻ മർമ്മ തെറാപ്പിയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മർമ്മങ്ങൾ നോക്കിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അത് ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് അത് പെട്ടെന്ന് അതിനൊരു മാറ്റം കാണുന്നു. രോഗത്തിന് സൗഖ്യം ഉണ്ടാകുന്നു, ശിഫ കിട്ടുന്നു, രോഗം മാറുന്നു. അത് മിറാക്കിൾ എന്ന് പറയുമ്പോൾ കുറേ അങ്ങനെ ഉണ്ടാകാം. എന്നെ സൃഷ്ടിച്ച എൻ്റെ ജഗദീശ്വരനായ തമ്പുരാൻ സൃഷ്ടികർത്താവ് എന്നെ ചതിക്കില്ലെന്നും എന്നെ പരീക്ഷിക്കില്ലെന്നും ഉള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് എൻ്റെ വിശ്വാസം എന്നെ കാക്കും. ഈ വിമർശിക്കുന്നവർക്ക് പറയാനുള്ളത്, എൻ്റെ ചികിത്സ നടത്തുന്ന ഏതൊരു കേന്ദ്രത്തിലും ഈ വിമർശിക്കുന്നവരെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ്. എൻ്റെ ചികിത്സാ കേന്ദ്രത്തിൽ വന്നുകൊണ്ട് ഒരാൾ 100 പേര് വന്നാൽ അതിൽ 10 പേർ എനിക്കെതിരായി എൻ്റെ ചികിത്സാ കേന്ദ്രത്തിൽ സംസാരിച്ചാൽ അന്ന് ഈ ചികിത്സ ഞാൻ അവസാനിപ്പിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മസാജിങ് നടക്കുന്നത്, വൈബ്രേറ്റിംഗ് നടക്കുന്ന ഒരു പെണ്ണാണിത്. ഇത് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പലരെയും ഇത് കറണ്ട് അടുപ്പിക്കുന്നു, മരവിപ്പിക്കുന്നു. ഈ ഒരു ഒറ്റ ബാറ്ററിയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഒന്ന് പറഞ്ഞു ദിവസട്ടെ, ഇപ്പൊ ചെറിയൊരു സമാധാനം കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എന്തോ ഒരു അത്ഭുതം നടക്കുന്നു എന്നുള്ള സത്യമാണ്, തർശമൊന്നുമില്ല. കാരണം ഞാൻ മർമ്മ തെറാപ്പിയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മർമ്മങ്ങൾ നോക്കിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അത് ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് അത് പെട്ടെന്ന് അതിനൊരു മാറ്റം കാണുന്നു. രോഗത്തിന് സൗഖ്യം ഉണ്ടാകുന്നു, ശിഫ കിട്ടുന്നു, രോഗം മാറുന്നു. അത് മിറാക്കിൾ എന്ന് പറയുമ്പോൾ കുറേ അങ്ങനെ ഉണ്ടാകാം. എന്നെ കാണാൻ പറ്റുന്ന ഏതൊരു വ്യക്തികളും എൻ്റെ ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ കയറിയാൽ ചിലപ്പോൾ 500 രൂപ. ഇനി അതല്ല, നിങ്ങൾക്ക് 2 ആഴ്ചത്തെ 3 ആഴ്ചത്തെ അതിൽ ആവശ്യമുണ്ടെങ്കിൽ 1000 അല്ലെങ്കിൽ 1500 രൂപ. അതിൽ കൂടുതൽ നിങ്ങൾ ചിലവ് ചെയ്യേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു രഹസ്യം, അല്ലെങ്കിൽ എന്ത് മിറാക്കിളാണ് ഇതിൻ്റെ ഒരു ബിഹൈൻഡ് സൈഡ്? അത് മിറാക്കിളെന്ന് നിങ്ങൾ ചോദിച്ചത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദ്യം തന്നെയാണ്. കാരണം അത്ഭുതം എന്നാണ് പറയുക. എന്തോ ഒരു അത്ഭുതം നടക്കുന്നു എന്നുള്ള സത്യമാണ്, തർശമൊന്നുമില്ല. കാരണം ഞാൻ മർമ്മ തെറാപ്പിയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മർമ്മങ്ങൾ നോക്കിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അത് ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് അത് പെട്ടെന്ന് അതിനൊരു മാറ്റം കാണുന്നു. രോഗത്തിന് സൗഖ്യം ഉണ്ടാകുന്നു, ശിഫ കിട്ടുന്നു, രോഗം മാറുന്നു. അത് മിറാക്കിൾ എന്ന് പറയുമ്പോൾ കുറേ അങ്ങനെ ഉണ്ടാകാം, ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം ഞാനൊരു ദൈവവിശ്വാസിയാണ്. എൻ്റെ വിശ്വാസം ഒരു പരിധി വരെ എനിക്ക് കാരണമാകാം. ഇപ്പോൾ ഞാൻ നേരത്തെ പുറത്ത് ഒരാൾ, ഇവിടെ ചികിത്സയ്ക്ക് എത്തിയ ഒരാൾ പറഞ്ഞത്, എന്നോട് സ്കാനിങ് എടുത്തതിന് ശേഷം സ്കാനിങ്ങിലുള്ള റിപ്പോർട്ടാണ്, ഒരു സ്കാനിങ്ങിൻ്റെയും സഹായമില്ലാതെ വൈദ്യർ അതേ സ്കാനിങ് റിപ്പോർട്ടാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്കാനിങ്ങും എക്സ്റേയും ഒന്നുമില്ലാതെ ഒറ്റ നോട്ടത്തിൽ ഞരമ്പുകളുടെ പ്രവർത്തനങ്ങളും നാഡികളുടെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് എൻ്റെ ഗുരുപരമ്പരയിൽ നിന്നും എൻ്റെ ഗുരുശ്രേഷ്ഠരായ ബഹുമാനപ്പെട്ടവർ എനിക്ക് പറഞ്ഞു തന്ന ചില അറിവുകളുണ്ട്. നാഡിചരമ്പുകളുടെ സ്പന്ദനത്തിൽ നോക്കി രോഗനിർണയം നടത്താമെന്നുള്ളത് അത് ഞാൻ ചെയ്യുന്നു. അത് എൻ്റെ സീക്രട്ടാണ്. അതേപോലെ മറ്റാരും കൊടുക്കാത്തത്, പ്രത്യേകിച്ച് ഈ വൈദ്യശാസ്ത്ര രംഗത്ത് മറ്റാരും നൽകാത്തൊരു സംഭവമാണ് മണി ബാക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്നൊരു തൈലം വാങ്ങി, ആ തൈലം വാങ്ങിയിട്ട് ആൾക്ക് സുഖമായില്ല എന്നുണ്ടെങ്കിൽ ആ പണം തിരികെ കൊടുക്കും. തീർച്ചയായിട്ടും. ഇതുവരെ ആരും അങ്ങനെ ഒരു രീതിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇതുവരെ ആരും വന്നു കണ്ടിട്ടില്ല എൻ്റെ അടുത്ത്. എന്താണ് അങ്ങനെ കൊടുക്കാനുള്ള ഒരു ധൈര്യം? അതെന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. പൂർണ്ണാർത്ഥത്തിൽ ഞാൻ ദൈവവിശ്വാസിയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ, എൻ്റെ റബ്ബിനെ ഞാൻ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഔഷധം നൽകുന്നത്. മാത്രമല്ല എൻ്റെ ഒരു കോൺഫിഡൻറ്റ്, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഞാനതിൽ ചേർത്തിൻ്റെ കണ്ടൻറ്റ്, അതിൽ ഞാൻ ചേർക്കുന്ന കണ്ടൻറ്റ് ആർക്കും പരിശോധിക്കാം. നാച്ചുറലാണ്, ആയുർവേദിക്കിൽപ്പെട്ടതാണ്. ഈ കണ്ടൻറ്റിൽ ഞാൻ കണ്ടെത്തിയ ചില കണ്ടൻറ്റ് അതിനകത്തുണ്ട്. അത് 100% ഏതൊരു പെയിനും ഏതൊരു വേദനയും ശമിപ്പിക്കാൻ കഴിയുമെന്നുള്ള എൻ്റെ കോൺഫിഡൻ്റാണ് ഞാൻ നൽകുന്ന ആ ഉറപ്പ്. അതേപോലെ താങ്കളുടെ ചികിത്സ സൗജന്യമാണ്. തീർച്ചയായിട്ടും കൊടുക്കുന്നത് ചികിത്സ സൗജന്യമാണ്. അപ്പോൾ ഈ സൗജന്യ ചികിത്സ നൽകുന്നത് ഒരർത്ഥത്തിൽ സാമൂഹ്യ സേവനത്തിനുള്ള ആ മാർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും സാമൂഹ്യ സേവനം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഒരു ഡോക്ടർ, ഒരു വൈദ്യർ അല്ലെങ്കിൽ ഒരാളെ കാണുന്നതിന്, ഒരു വ്യക്തിയുമായി നമ്മൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നതിന് പൈസ വാങ്ങുക എന്നുള്ളത് ശരിയായ പ്രവണതയല്ല. നമ്മളെന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നൽകുന്നുണ്ട്, നമ്മളൊരു
അതിനാവശ്യമായ ഔഷധങ്ങൾ അല്ലെങ്കിൽ വേണ്ട, വേറെ എന്തെങ്കിലും ഒരു സേവനം നമ്മൾ നമ്മുടെ ശാരീരികപരമായിട്ടോ അല്ലെങ്കിൽ കായികപരമായിട്ടോ നമ്മളാൽ സേവനം ചെയ്തിട്ട് പ്രതിഫലം വാങ്ങുന്നതും ഒരാളുമായി നമ്മൾ ഡിസ്കഷൻ നടത്തി സംസാരിക്കും പ്രതിഫലം വാങ്ങുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും അതിൽ ഏറ്റവും നല്ല ഗുണകരമാവുന്നത് ദൈവാധീനം കൊണ്ട് ദൈവഹിതം അനുസരിച്ച് ഗുണകരമാവുന്നതും ഞാൻ നൽകുന്ന എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പൈസ വാങ്ങുമ്പോൾ ഞാൻ സന്തോഷവാനാണ്, അല്ലാതെ വാങ്ങുന്നത് എനിക്ക് ഗുണകരമല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണ്. സാധാരണ രീതിയിൽ ഒരു ടിപ്പിക്കൽ മലയാളികളുടെ ഒരു ലക്ഷണമുണ്ട്. ആരെങ്കിലും ഒരു ശ്രദ്ധ നേടുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുമ്പോഴോ അവരെ കണ്ണടച്ച് വിമർശിക്കുക എന്നുള്ളത്. ഇപ്പോൾ താങ്കളെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ആ വിമർശകരോട് താങ്കൾക്ക് എന്താണ് പറയുക? ഒറ്റ കാര്യം പറയാനുള്ളൂ. 5 വർഷക്കാലമായി എനിക്കെതിരെ പലരും വിമർശനം നടത്തുന്നുണ്ട്. ഈ വിമർശിക്കുന്നവർക്ക് പറയാനുള്ളത്, എൻ്റെ ചികിത്സ നടത്തുന്ന ഏതൊരു കേന്ദ്രത്തിലും ഈ വിമർശിക്കുന്നവരെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ്. എൻ്റെ ചികിത്സാ കേന്ദ്രത്തിൽ വന്നുകൊണ്ട് ഒരാൾ 100 പേര് വന്നാൽ അതിൽ 10 പേര് എനിക്കെതിരായി എൻ്റെ ചികിത്സാ കേന്ദ്രത്തിൽ സംസാരിച്ചാൽ അന്ന് ഈ ചികിത്സ ഞാൻ അവസാനിപ്പിക്കും. അതാണ് എനിക്ക് ഗവൺമെൻറ് ഇടുന്നവരോട് പറയാനുള്ള ഒറ്റ മറുപടി. പിന്നെ താങ്കൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് പെൻ ചികിത്സയാണ്. അതെ. എന്താണ് ഈ പെൻ ചികിത്സ എന്ന് പറയുന്നത്? അതൊന്ന് വിശദീകരിക്കാം. ഇത് മസാജർ പെൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ അടിച്ചാൽ അത് കാണാൻ പറ്റും. മസാജർ പെൻ എന്നുള്ള പെന്നാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മസാജിങ് നടക്കുന്നത്, വൈബ്രേറ്റിംഗ് നടക്കുന്ന ഒരു പെന്നാണിത്. ഇത് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പലരെയും. ഇത് കറണ്ട് അടുപ്പിക്കുന്നു, മരവിപ്പിക്കുന്നു. ഈ ഒരു ഒറ്റ ബാറ്ററിയാണ് ഇതിൻ്റെ പ്രവർത്തനം, മറ്റൊന്നുമല്ല. ഈ ഒരു ബാറ്ററിയുടെ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നത് ഇത് ചൈനക്കാരൻ്റെ ബുദ്ധിയാണ്, നമ്മുടെ ഇന്ത്യക്കാരുടെ ബുദ്ധിയല്ല. അപ്പോൾ അവരുടെ ബുദ്ധിപൂർവ്വമായ നീക്കം കൊണ്ട് ഇതിനെ ഒരു വൈബ്രേറ്റിംഗ് സംവിധാനം സൃഷ്ടിക്കുന്നു. ഇത് നാഡിഞരമ്പുകളുടെ പ്രവർത്തനക്ഷമത, അതായത് പ്രവർത്തിക്കാതെ നിൽക്കുന്ന നാഡിഞരമ്പുകൾക്ക് നമ്മൾ ഇതുകൊണ്ട് പ്രവർത്തനം കൊടുക്കുകയാണ്. ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകൾ, അതിൽ നീർക്കെട്ടുകൾ എന്നെല്ലാം പറയും, അതങ്ങോട്ട് ഡൈലൂട്ട് നടക്കുകയാണ്. അതിലവിടെ പിന്നെ സർക്കുലേഷൻ നടക്കുമ്പോൾ അവിടെ പെയിൻ ഇല്ലാതാവുന്നു. ഇതാണ് ഈ മസാജ് പെയിൻ കൊണ്ട് നടക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതില്ലാതെയും നമ്മൾ ചികിത്സിക്കാം. കാരണം മർമ്മം അറിഞ്ഞ് ചികിത്സിക്കാൻ തയ്യാറായാൽ ആർക്കും ഇത് വിജയകരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മണി ബാക്ക് ഗ്യാരണ്ടി തൈലത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. മറ്റൊരു കാര്യത്തിലും കൂടി താങ്കൾ മണി ബാക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അത് താങ്കളുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്നും ശിഫയാകുന്നില്ല എന്നുള്ള രീതി ഉണ്ടെങ്കിൽ പണം തിരികെ നൽകാമെന്നുള്ളത്. അതും നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവാറില്ല. അത്തരത്തിലൊരു വലിയൊരു റിസ്ക് എടുക്കാൻ താങ്കൾ നേരത്തെ പറഞ്ഞ അതേ കോൺഫിഡൻസ് തന്നെയാണ് കാര്യം. അതായത് നിങ്ങളിപ്പോൾ ചോദിച്ച മറുപടി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു. അത് ഞാൻ പൂർണ്ണ അർത്ഥത്തിൽ ഒരു ദൈവവിശ്വാസിയാണ്, മനസ്സിലാവുന്നത്. ആ ദൈവവിശ്വാസത്തിന്റെ ഭാഗമായി ഞാൻ വിശ്വസിക്കുന്ന, എന്നെ സൃഷ്ടിച്ച എൻ്റെ ജഗദീശ്വരനായ തമ്പുരാൻ സൃഷ്ടികർത്താവ് എന്നെ ചതിക്കില്ലെന്നും എന്നെ പരീക്ഷിക്കില്ലെന്നും ഉള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് എൻ്റെ വിശ്വാസം എന്നെ കാക്കും. ഞാൻ ആ വിശ്വാസത്തിന് പുറത്ത് പറയുന്നു, ഒരു രോഗിയെ കാണുമ്പോൾ ഇവരുടെ രോഗം എനിക്ക് മാറ്റാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ദൈവത്തെ നിർത്തിക്കൊണ്ടാണ്. ഞാൻ ഇന്ന് വരെ ദൈവം എന്നെ ആ ഒരു കാര്യത്തിൽ പരാജയപ്പെടുത്തിയിട്ടില്ല. അതാണ് എൻ്റെ കോൺഫിഡൻറ്റും വിജയവും. അതേപോലെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യത, വൈദ്യരെടുത്ത് ചികിത്സയ്ക്ക് വരുമ്പോൾ ഒരുപാട് വലിയ തുക ആവശ്യവും. കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് വർഷങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു 500 രൂപ കൊണ്ടോ അല്ലെങ്കിൽ 1000 രൂപ കൊണ്ടോ വൈദ്യരുടെ അടുത്തേക്ക് എത്താം എന്നുള്ള ഒരു കാര്യം കൂടി വൈദ്യർ നൽകും. അതെൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. ഈ ആളുകൾ കമൻറ്റിൽ ചില കാണാൻ പറ്റും, എൻ്റെ 5000 ഈ 10000 വെറുതെയാണ്. എന്നെ കാണാൻ പറ്റുന്ന ഏതൊരു വ്യക്തികളും എൻ്റെ ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ കയറിയാൽ ചിലപ്പോൾ 500 രൂപ. ഇനി അതല്ല, നിങ്ങൾക്ക് 2 ആഴ്ചത്തെ 3 ആഴ്ചത്തെ അതിൽ ആവശ്യമുണ്ടെങ്കിൽ 1000 അല്ലെങ്കിൽ 1500 രൂപ. അതിൽ കൂടുതൽ നിങ്ങൾ ചിലവ് ചെയ്യേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. അതിൽ നിങ്ങൾക്ക് ആശ്വാസമുണ്ടെങ്കിൽ മാത്രം എന്നെ കണ്ടാൽ മതി. ആശ്വാസമില്ലെങ്കിൽ കാണേണ്ടതില്ല. ഇനി അഥവാ തൈലം നിങ്ങൾ വാങ്ങി നിങ്ങൾക്ക് ആശ്വാസമില്ലെങ്കിലോ ആ തൈലം റിട്ടേൺ എന്നുള്ള നിലയ്ക്ക് പൈസയും വാങ്ങാം, നഷ്ടമില്ല. ഇതാണ് ഞാൻ പറയുന്ന ഗ്യാരണ്ടി. പിന്നെ കമൻറ്റിൽ പറയുമ്പോൾ എൻ്റെ 5000 പോയി, എൻ്റെ 30,000 പോയി, എന്തിനാ പോയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല. ഈ നിമിഷം വരെ വാങ്ങിയിട്ടുള്ള നാൾക്ക് വാങ്ങുകയുമില്ല. അതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്.